ഹായ് മക്കളെ, വെൽക്കം ടു ഇംഗ്ലീഷ് വേൾഡ് ബൈ സിറാജ്. നമ്മളിന്ന് നമ്മുടെ കേരള സിലബസിലെ 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ചാപ്റ്ററായിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്ന ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലെ ഓരോ പാരഗ്രാഫിലെയും ഓരോ ലൈൻ ബൈ ലൈൻ മലയാളത്തിലെ എക്സ്പ്ലനേഷനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ പാഠം തുടങ്ങുന്നതിന് മുമ്പ് ഈ നല്ല കാറ്റും മഴയൊക്കെ ഉള്ളൊരു സമയത്താണ് നമ്മുടെ കഥ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. അതായത് ഉച്ച സമയമായിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് പോലും അവിടെ ലൈറ്റ് ഭയങ്കര ഡള്ളാണ്, വീക്കാണ്, തീരെ ലൈറ്റില്ല. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പെലായോ എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല. സംതിങ് ഈസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിറകിലെ മുറ്റത്ത്, റിയർ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ പിറകിലെ മുറ്റം എന്നാണ് കേട്ടോ. ആ മുറ്റത്ത് എന്തോ ഒരു വസ്തു മൂവിങ്, ചലിക്കുന്നുണ്ട്. ആൻഡ് ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ ഒരു ഞരക്കെന്നാണ്, ഞരങ്ങുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് പെലായ തൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയം ഏകദേശം ഒരു ഉച്ച സമയമാണ്. ആ സമയത്ത് ലൈറ്റ് ഭയങ്കര ഡള്ളാണ്, അല്ലെങ്കിൽ ഡാർക്കാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ആ ഒരു പിറകിലെ കോർട്ട്യാർഡിലായിട്ട് അദ്ദേഹം എന്തോ ഒരു വസ്തു ചലിക്കുന്നതായിട്ടും ഒരു ഞരക്കം പോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കുന്നതായിട്ടും കേൾക്കുന്നു കാണുന്നൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പുവർ ലൈറ്റ് കാരണം അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ അടുത്തേക്ക് പോകണം, അതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് വളരെ അടുത്തേക്ക് പോകണമായിരുന്നു. ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അങ്ങനെ അടുത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് അതൊരു പ്രായമുള്ള മനുഷ്യനാണ്. എ വെരി ഓൾഡ് മാൻ, നല്ല പ്രായമുള്ള മനുഷ്യനാണ്. ദ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അദ്ദേഹം ചെളിയിൽ മുഖം ഇങ്ങനെ താഴ്ത്തി പിടിച്ച രൂപത്തിൽ കമഴ്ന്ന് കിടക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മുഖം ചെളിയിൽ ഇങ്ങനെ അമർന്ന് കിടക്കുകയാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്ട് ദ മാൻ കുഡിൻ ഗെറ്റപ്പ്. അദ്ദേഹം എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അതിയായി ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഹി കുഡിൻ ഗെറ്റപ്പ്. പക്ഷെ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇംപീഡഡ് ബൈ ഇനോർമസ് വിങ്സ് എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പിറകിൽ 2 ഭാരമുള്ള ചിറകുകളുണ്ട്. ഇംപീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രിവെൻറ്റ്, തടയുക എന്നാണ്. ബൈ ഹിസ് ഇനോർമസ് വിങ്സ്. ഇനോർമസ് എന്ന് പറഞ്ഞാൽ വലുത്, വിങ്സ് ചിറക്. അപ്പോൾ നല്ല ഭാരമുള്ള വലിയ ചിറകുകൾ അദ്ദേഹത്തിൻ്റെ പിറകിലുണ്ട്. അതാണ് അദ്ദേഹത്തെ എഴുന്നേൽക്കുന്നതിൽ നിന്ന് ഇംപീഡഡ്, തടഞ്ഞത്. എന്തായാലും ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്. നമ്മളിതുവരെ ഒരു ചിറകുള്ള മനുഷ്യനൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, അദ്ദേഹം ഇതിനെ കണ്ടിട്ട് പേടിക്കുന്നുണ്ട് പെലായോ. അങ്ങനെ പെലായോ റാൻ ടു ഗെറ്റ് എലിസെൻഡ. പെലായോ നേരെ പോകുന്നത് എലിസെൻഡയുടെ അടുത്തേക്കാണ്. എലിസെൻഡ ഹിസ് വൈഫ്. ആരാണ് എലിസെൻഡ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെലായോയുടെ ഭാര്യയാണ് കേട്ടോ. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവൾ ആ സമയത്ത് അവളുടെ കുട്ടിയെ പരിചരിച്ചുകൊണ്ടിരിക്കുക. കുട്ടി സിക്കാണെന്ന് കൂടെ ഇവിടെ പറയുന്നുണ്ട്. സിക്ക് എന്ന് പറഞ്ഞാൽ അസുഖബാധിതനാണ് എന്നുകൂടെ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആ സിക്കായിട്ടുള്ള കുട്ടിയെ പരിചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എലിസെൻഡ. അവരുടെ അടുത്തേക്കാണ് നമ്മുടെ പെലായോ ഓടിച്ചെല്ലുന്നത്. ഹീ ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. അങ്ങനെ 2 പേരും, ബോത്ത് എന്ന് പറഞ്ഞാൽ 2 പേരെന്നാണ് കേട്ടോ. 2 പേരും അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫാളൻ ബോഡിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. പിറകിലെ മുറ്റത്തെത്തി അവരാ വീണ് കിടക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് നോക്കുക. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. ഒരു റാക്ക് പിക്കറെ പോലെ, ഒരു മുഷിഞ്ഞ വസ്ത്രം, കീറിപ്പറിഞ്ഞ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അതിനകത്തൊരു സിമിലി ഉണ്ട് കേട്ടോ. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ റാക്ക് പിക്കറുടേതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ലൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ സിമിലി. ദർ വർ ഓൺലി എ ഫ്യൂ ഫെയ്ഡഡ് ഹെയേഴ്സ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ. അതായത് അദ്ദേഹത്തിൻ്റെ തലമുടി അത് എങ്ങനെയാണ്? എ ഫ്യൂ ഫെയ്ഡഡ് ഹെയേഴ്സ്, ഒരു കുറച്ച്, എ ഫ്യൂ എന്ന് പറഞ്ഞാൽ അല്പം, ഫെയ്ഡഡ് എന്ന് പറഞ്ഞാൽ മങ്ങിയ, ഹെയേഴ്സ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ. അദ്ദേഹത്തിൻ്റെ സ്കള്ളിൽ വളരെ കുറച്ച് തലമുടി മാത്രമേ ഉള്ളൂ. ഉള്ളതാണെങ്കിൽ ഫെയ്ഡഡ് ആണ്, നരച്ചിട്ടുമുണ്ട്. ആൻഡ് എ വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വായിലാണെങ്കിൽ കുറച്ച് പല്ല് മാത്രമേ ഉള്ളൂ, ബാക്കി പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പ്രായാധിക്യം കാരണം.
ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് ഒരു നനഞ്ഞു കുതിർന്ന ഒരു മുതുമുത്തശ്ശനെ പോലെയാണ് അദ്ദേഹത്തിനിപ്പോൾ കാണുന്നത്. മഴയിലൊക്കെ നനഞ്ഞു കുതിർന്ന നല്ല പ്രായമുള്ളൊരു മുത്തശ്ശനെ പോലെയാണ് ഇപ്പോൾ അവർക്ക് അയാളെ തോന്നുന്നതെന്നാണ് പറയുന്നത്. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ശരിക്കും നമ്മളൊക്കെ പറയുമ്പോൾ ഈ ഒരു ചിറകുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഏഞ്ചലിക് ഫീച്ചറുള്ള ഒരാളാണ്, ഒരു മാലാഖയെ പോലെ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു മാലാഖ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നമ്മുടെ മനസ്സിനകത്തൊരു ചിന്താഗതി ഉണ്ടാകും. നല്ല യൂത്ത്ഫുൾ അപ്പിയറൻസ് ഉള്ള, നല്ല ഭംഗിയുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാൾ, അല്ല ഹാൻസം ആയിട്ടുള്ള ഒരാൾ എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാൽ നമ്മളിവിടെ കാണുന്ന മുത്തശ്ശന് ചിറകുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു ഗ്രാൻഡ്യൂർ, ഒരു നൊബിലിറ്റി, ഒരു മഹാത്മ്യം അത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്. അദ്ദേഹത്തിൻ്റെ ചിറകുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ചിറകുകൾ ഒരു ബസാർഡിനെ പോലെയാണ്. ബസാർഡ് എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്, ഏകദേശം നമ്മുടെ പരുന്തിനെ പോലെ ഇരിക്കുന്ന ഒരു പക്ഷി, പ്രാപ്പിഡിയൻ എന്നൊക്കെ പറയുന്ന ഒരു പക്ഷിയാണ്. എന്തായാലും അതിനെ പോലെ വലിയ ചിറകുകളാണ്. പക്ഷെ അത് ഡേർട്ടി, ആകെ മുഷിഞ്ഞിരിക്കുകയാണ്. ഹാഫ് പ്ലക്ഡ്, അതിലെ തൂവലുകളൊക്കെ പകുതി പറിച്ചെടുത്ത രൂപത്തിൽ. പ്ലക്ഡ് എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക എന്നാണ്, പക്ഷേ അതെന്തായാലും അത് കൊഴിഞ്ഞു പോയ രൂപത്തിലാണെന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. വേർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്, അത് ആകെ ചെളിയിൽ ഇങ്ങനെ പുരണ്ട് കിടക്കുകയാണ്. എൻറ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ കെട്ടുപിണഞ്ഞ് കിടക്കുക എന്നാണ്, അതായത് ചെളിയിൽ പുരണ്ട് കിടക്കുകയാണ്. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ്, അവർ വളരെ ദൂരത്ത് നിന്ന് ഒരു ഭയം കാരണം അവരിങ്ങനെ നോക്കുകയാണ്. ആൻഡ് സോ ക്ലോസ്ലി, പിന്നീട് അവർ അടുത്ത് ചെന്ന് നോക്കുന്നുണ്ട്, അതായത് പെലായോ എലിസൻ്റെയും. ദാറ്റ് പെലായോ ആൻഡ് എലിസൻ്റ് വെരി സൂൺ ഓവർകം ദെയർ സർപ്രൈസ്. അങ്ങനെ അവർ ഓവർകെയിം ദെയർ സർപ്രൈസ്, അതായത് പെട്ടെന്ന് തന്നെ ഈ പെലായും എലിസൻ്റെയും ഭയങ്കര സർപ്രൈസ്ഡായി. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അവസാനം അവർക്ക് ഇയാളെ നല്ലൊരു പരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ട്. കാരണം ഇയാൾക്ക് ചിറക് മാത്രമേ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൂ, അസാധാരണമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരു ഹ്യൂമൻ ഫീച്ചറാണ്, ഒരു ഏഞ്ചലിക് ഫീച്ചർ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലാകുള്ള ചിറക് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു മനുഷ്യൻ്റെ രൂപം, അതുകൊണ്ടാണ് ഫെമിലിയർ ആണെന്ന് പറഞ്ഞത്. ദെൻ ദേ ഡെയർ ടു സ്പീക്ക് ഹിം. അങ്ങനെ കണ്ടു കഴിഞ്ഞ സമയത്ത് അവർ ധൈര്യപ്പെട്ടു ടു സ്പീക്ക് ഹിം, അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യം കാണിക്കുന്നുണ്ട്. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്. പക്ഷെ അദ്ദേഹം മറുപടി പറഞ്ഞ് തിരിച്ച് ഒരു ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റിലാണ്. ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ ലാംഗ്വേജ്, അറിയാത്തൊരു ഭാഷയിലാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസ് ഉണ്ടല്ലോ, സ്ട്രോങ് ലൈക്ക് എ സെയിലർ എന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഷ ശരിക്കും ഒരു സെയിലറെ പോലെ, ഒരു നാവികനെ പോലെ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റ് അവേ ഫ്രം സം ഫോറിൻ ഷിപ്പ്. അപ്പോൾ ഇയാളുടെ വോയിസിനകത്തൊരു മറ്റെന്താ പറയുക, സെയിലറുടെ വോയിസ് പോലെ, അതായത് ഒരു നാവികൻ്റെ വോയിസ് പോലെയാണ് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ കൺക്ലൂഡ് ചെയ്യാണ്, ചുരുക്കുന്നത്. അതായത് അവർ കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റ് അവേ. അദ്ദേഹം തനിച്ച് ഒരു കപ്പലിൽ യാത്ര ചെയ്യായിരുന്നു, സം ഓഫ് ദ ഫോറിൻ ഷിപ്പ്, ഒരു ഫോറിൻ ഷിപ്പിൽ. അതിൽ നിന്ന് കാസ്റ്റ് അവേ, അത് തകർന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആളായിരിക്കാം. അതായത് അദ്ദേഹത്തിൻ്റെ ആ വോയിസിലുള്ള ഒരു സ്ട്രോങ്നെസ് കാരണം ഈ പെലായോയും എലിസൻ്റെയും കൺക്ലൂഡ് ചെയ്യുന്നത് അദ്ദേഹം ഒരു വിദേശ കപ്പൽ തകർന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആളായിരിക്കാം എന്നുള്ളതാണ്. റക്ക്ഡ് ബൈ ദ സ്റ്റോം, അതായത് റക്ക് എന്ന് പറഞ്ഞാൽ തകരുക എന്നാണ്, ബൈ ദ സ്റ്റോം ശക്തമായിട്ടുള്ള കാറ്റിൽ തകർന്നതായിരിക്കാം അയാളുടെ കപ്പൽ. ദെൻ ദേ കോൾഡ് എ നെയ്ബർ വുമൺ ടു സീ ഹിം. എന്തായാലും അവരുടെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീയെ വിളിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. ഇവർക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു അയൽവാസിയായിട്ടുള്ള സ്ത്രീക്ക് ഒരൊറ്റ കാഴ്ച മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഹീസ് ആൻ ഏഞ്ചൽ. അവരെന്താ തിരുത്തി കൊടുക്കുന്ന അറിയോ? ഹീസ് ആൻ ഏഞ്ചൽ, അതായത് അദ്ദേഹം ഒരു ഷിപ്പ് തകർന്ന് വന്ന ആളൊന്നുമല്ല, അദ്ദേഹം ഒരു ഏഞ്ചലാണെന്ന് പറയുന്നുണ്ട്. ഷീ ടോൾഡ് ദം ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്. അത് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി വന്നതാണ്, അസുഖബാധിതനായ കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ അതിൻ്റെ ഒറിജിനൽ സ്റ്റോറിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇവിടെ പറയുന്ന കുട്ടിക്ക് വേണ്ടി വന്നതാണ് എന്നാണ് പറയുന്നത്. ബട്ട് ദ പുവർ ഫെലോ ഈസ് സോ ഓൾഡ് ദാറ്റ് റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. പക്ഷേ ഈ പാവം മനുഷ്യൻ മഴ കാരണം താഴേക്ക് വീണതാവാം, അദ്ദേഹത്തിന് പറക്കാൻ കഴിയാതെ താഴേക്ക് വീണതാവാം എന്നുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓൺ ദ ഫോളോയിങ് ഡേ, അതിന് അടുത്ത ദിവസം, എവരി വൺ ന്യൂ ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് ഇൻ പെലായോസ് ഹൗസ്. എല്ലാവരും അറിഞ്ഞു ഒരു ഫ്ലഷും ബ്ലഡൊക്കെ ഉള്ള, അതായത് രക്തവും മാംസമൊക്കെ ഉള്ളൊരു ഏഞ്ചലിനെ, മാലാഖയെ, വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് ഇൻ പെലായോസ് ഹൗസ്.
ഹെൽഡ് ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ കൂട്ടിലടക്കുകയെന്ന് കേട്ടോ. പെലായോൻ്റെ വീട്ടിൽ കൂട്ടിലടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിടിച്ചിട്ടിട്ടുണ്ട് എന്ന് ആകെ വാർത്ത വരുന്നു. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. ഈ സ്ത്രീ പറഞ്ഞില്ലേ തൻ്റെ കുട്ടിക്ക് വേണ്ടി വന്നതാണ്. അത് പേടിച്ചിട്ട് ഈ പെലായോ ഉച്ച കഴിഞ്ഞുള്ള സമയം മുഴുവൻ ആ മനുഷ്യൻ എണീക്കോ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബാക്ക് കിച്ചണിൽ ഇങ്ങനെ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആംഡ് വിത്ത് ഹിസ് ബെയ്ലീഫ് ക്ലബ്ബ്, അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബെയ്ലീഫ് ക്ലബ്ബ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി ബെയ്ലീഫ് ഓഫീസറാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മുടെ പോലീസുകാരുടെ കയ്യിലുള്ള ലാത്തി പോലത്തെ ഒരു വടി, ആ ബെയ്ലീഫ് ക്ലബ്ബും കയ്യിൽ പിടിച്ചിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ബിഫോർ ഗോയിങ് ടു ബെഡ്, ഉറങ്ങാൻ പോകുന്നതിന് മുൻപ്, ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. അങ്ങനെ വൈകുന്നേര സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭയം കാരണം അദ്ദേഹം നേരെ മനുഷ്യനെ ഒരു ഡ്രാഗ് ചെയ്തുകൊണ്ട് ആ ചെളിയിൽ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയിട്ട് ഒരു ചിക്കൻ കൂപ്പിൽ അദ്ദേഹത്തിൻ്റെ കോഴിക്കൂടിനകത്ത് തൻ്റെ കോഴികളോടൊപ്പം അടച്ചിടുന്നുണ്ട്. എ ഷോർട്ട് ടൈം ആഫ്റ്റർ വാട്ട് ദ ചൈൽഡ് വോക്കപ്പ് വിത്തൗട്ട് എ ഫീവർ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട്, അതായത് ഇദ്ദേഹം കൂട്ടിലടച്ചിട്ട ഓൾഡ് മാനെ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരുടെ കുട്ടിയുണ്ടല്ലോ, അസുഖബാധിതനായ കുട്ടി, അത് അസുഖമൊക്കെ മാറിയിട്ട് എണീക്കുന്നുണ്ട്. വിത്തൗട്ട് ഫീവർ, പനിയൊന്നുമില്ല, അസുഖമൊന്നുമില്ല. ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാ, നല്ല ഭക്ഷണം കഴിക്കാനുള്ള നല്ല താല്പര്യമുണ്ട്. ദെൻ ദ ഫെൽറ്റ് മാഗ്നാനിമസ്, അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ജനറസ് തോന്നുക, ഈ മനുഷ്യനോടൊരു സിമ്പതി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ദയ തോന്നുന്നുണ്ട്. ആൻഡ് ദേ ഡിസൈഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days. ഈ പെലായയും ഭാര്യയും വിശ്വസിക്കുന്നത് ഇയാളൊരു വിദേശ കപ്പൽ തകർന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളാണെന്നല്ലേ. അപ്പോൾ അയാളോട് ഒരു ജനറസ് തോന്നിയിട്ട് എന്ത് ചെയ്തു, അവർ തീരുമാനിക്കുന്നത്, ദ ഡിസൈഡഡ് തീരുമാനിച്ചു, ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്, നമുക്ക് ഈ ഏഞ്ചലിനൊരു റാഫ്റ്റിലേക്ക് ഇടാം. റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചങ്ങാടം എന്നാണ്, ഒരു ചങ്ങാടത്തിലേക്ക് കൊണ്ടുപോയി വെക്കാം. വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ്, അതിൽ ഫ്രഷ് വാട്ടർ ശുദ്ധമായ വെള്ളം, ഭക്ഷണവും, പ്രൊവിഷൻസ് എന്ന് ഉദ്ദേശിച്ച ഫുഡാണ്, ഭക്ഷണമാണ്. ഫോർ 3 days 3 ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ കരുതാം. ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫെയ്റ്റ് ഓൺ ഹിസ് ഹൈ സീസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കടലിലേക്ക് തന്നെ തിരിച്ചു പൊക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു പൊക്കോട്ടെ എന്ന് പറയാം. അതായത് തങ്ങളുടെ മകന് ഇയാൾ വന്നതിന് ശേഷമാണ് അസുഖം മാറിയത് എന്ന് വിചാരിച്ചിട്ട് അയാളെ തിരിച്ച് സഹായിക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് തിരിച്ചു പോകാനുള്ള ഒരു ചെറിയ റാഫ്റ്റ്, ചങ്ങാടം, ഒരു ചെറിയ തോണി ഒരുക്കി കൊടുക്കാം. അതുപോലെ തന്നെ 3 ദിവസത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളമൊക്കെ അതിൻ്റെ കൂടെ കൊടുക്കാം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. ബട്ട് വെൻ ദേ വെൻ്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട്യാർഡ് അറ്റ് ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ, അങ്ങനെ പിറ്റേ ദിവസം അതിരാവിലെ എണീറ്റു. ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഡോൺ എന്ന് പറഞ്ഞ പ്രഭാത, അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ദേ ഫൗണ്ട് ദ ഹോൾ നെയ്ബർഹുഡ് ഇൻ ദ ചിക്കൻ കൂപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ്, അതായത് ആ ചിക്കൻ കൂപ്പിൻ്റെ മുൻപിൽ തങ്ങളുടെ നാട്ടുകാർ മുഴുവനുണ്ട്. ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ, അവർ ആ ഏഞ്ചലുമായിട്ട് തമാശ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ വിസിറ്റേഴ്സ് വർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ്, ഈ വന്നിരിക്കുന്ന ആളുകളുണ്ടല്ലോ വിസിറ്റേഴ്സ്, ഭക്ഷണം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഓൾഡ് മാന്. ആൻഡ് ദ ഓപ്പണിങ് ഇൻ ദ ത്രൂ ദ ഓപ്പണിങ് ഇൻ ദ കൂപ്പ്, അത് ഓപ്പണിങ് എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ഡോറാണ് കേട്ടോ, ആ ചിക്കൻ കൂപ്പിൻ്റെ വാതിലിലൂടെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വർ ഇൻ എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് അനിമൽ. ഇവരൊക്കെ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു സൂപ്പർ നാച്ചുറൽ അനിമൽ എന്നുള്ള രൂപത്തിലല്ല, മറിച്ച് എന്താണ്, സാധാരണ ഒരു സർക്കസിൽ കാണുന്നൊരു മൃഗത്തെ പോലെയാണ് എല്ലാവരും ഈ ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്യുന്നത്. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി, അതായത് ഇയാളെ പിടിച്ചിട്ട്, നമ്മളെ ഏഞ്ചലിനെ പിടിച്ചിട്ടല്ലോ, ആ ഒരു വാർത്ത എന്ത് ചെയ്തു, വളരെ പെട്ടെന്ന് തന്നെ ആ നാട്ടിലാകെ പരന്നു. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് എ ബസിൽ ഓഫ് മാർക്കറ്റ് പ്ലേസ്, അവരുടെ വീടിന് ചുറ്റും ഒരു മാർക്കറ്റ് പ്ലേസിന് സമാനമായിട്ടുള്ള വലിയ ബസിലെന്ന് ഉദ്ദേശിച്ചത് തിരക്കാണ്, ആൾത്തിരക്ക് അനുഭവപ്പെട്ടു. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്, ഈ ആളുകളെ പിരിച്ചുവിടാൻ അവസാനം ട്രൂപ്സിനെ വിളിക്കേണ്ടി വന്നു, നമ്മുടെ പട്ടാളക്കാരെ പോലീസുകാരെയൊക്കെ വിളിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ ശരിക്ക് ഇവർ കഴിഞ്ഞ ദിവസം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് തീരുമാനിച്ചത് ആ മനുഷ്യനെ റാഫ്റ്റിൽ 3 ദിവസത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് പറഞ്ഞു വിടാമെന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം വന്നതിന് ശേഷമാണ് തങ്ങളുടെ കുട്ടിയുടെ അസുഖം മാറിയത് എന്നുള്ളത് കൊണ്ട് ഒരു ദയ കാണിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ പിന്നീട് അവർ അത് മാറുന്നുണ്ട്. ഈ എലിസൻ്റെക്ക് ഒരു ചെറിയൊരു ഐഡിയ തോന്നുന്നുണ്ട്. എലിസൻ്റെ പറയാണ്, ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ദ യാർഡ്, അവർ തീരുമാനിക്കുകയാണ് നമ്മുടെ വീടിന് ചുറ്റും നമുക്ക് വേലി കെട്ടാം. ഫെൻസിങ് എന്ന് ഉദ്ദേശിച്ച വേലിയാണ്. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ, അതായത് ദോസ് ആർ കമ്മിങ് ടു സീ ദ ഏഞ്ചൽ
വി ക്യാൻ ചാർജ് 5 cents ടു ദം, അല്ലെങ്കിൽ അവരിൽ നിന്ന് ആരൊക്കെയാണോ ഈ ഏഞ്ചലിനെ കാണാൻ വരുന്നത് അവരിൽ നിന്ന് എന്ത് ചെയ്യുക, 5 cents ഈടാക്കാം. 5 cents എന്ന് ഉദ്ദേശിച്ചത് പണമാണ് കേട്ടോ. ആരാ കാണാൻ വരുന്നത് അവരിൽ നിന്ന് 5 cents ഈടാക്കാമെന്ന് തീരുമാനിച്ചു. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ആകാംക്ഷ നിറഞ്ഞ ആളുകളൊക്കെ വളരെ അകലെ നിന്ന് പോലും വരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യമില്ലാത്ത മനുഷ്യരെ, അങ്ങനെ ഉദ്ദേശിച്ചാണ്ട് പറയുന്ന ഇൻവാലിഡ്സിനെയാണ്. ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ അംഗപരിമിതരായിട്ടുള്ള ആളുകൾ, ചെവി കേൾക്കാത്തവർ, കൈകാലുകൾക്ക് വയ്യാത്തവർ, അങ്ങനെ എല്ലാ തരത്തിലും അംഗവൈകല്യമുള്ള ആളുകൾ വരെ എന്ത് ചെയ്തു, ആരോഗ്യം അന്വേഷിച്ച് വരാൻ തുടങ്ങി. അതായത് ഇവരുടെ കുഞ്ഞിൻ്റെ അസുഖം മാറിയല്ലോ ഇദ്ദേഹം വന്നതിന് ശേഷം, നമ്മുടെ ഏഞ്ചൽ വന്നതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണെന്ത്, ഇദ്ദേഹം വന്നതുകൊണ്ടാണ് അസുഖം മാറിയത്. അതുകൊണ്ട് തന്നെ ഈ അംഗപരിമിതരായിട്ടുള്ള അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അസുഖം മാറുമെന്ന് വിചാരിച്ച് വളരെ ദൂരെ നിന്ന് പോലും ഇത്തരത്തിലുള്ള ആളുകൾ വരാൻ തുടങ്ങി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. പെലായ ആൻഡ് എലിസൻഡ വേർ ഹാപ്പി വിത്ത് ഫാറ്റിഗ്യൂ. സത്യത്തിൽ ഇവർ ഭയങ്കര ഫാറ്റിഗ്യൂ, തളർന്നിട്ടുണ്ട് പെലായും എലിസൻ്റെയും. എന്നിരുന്നാലും ഈ പണം കിട്ടുന്നത് കൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദ റൂം വിത്ത് മണി. ഒരാഴ്ചയായിട്ടില്ല, ഒരാഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ അവരുടെ റൂം മുഴുവൻ പണം കൊണ്ട് നിറഞ്ഞു. ക്രാം എന്ന് പറഞ്ഞാൽ നിറയാന്നാണ് കേട്ടോ. ഓവർവെൽംഡ് എന്ന് പറയില്ല നമ്മൾ, ഈ കുമിഞ്ഞുകൂടുക. പണം അവരുടെ റൂമിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുക. അത്രയും പൈസ അവർക്ക് ടിക്കറ്റിലൂടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസോൺ. ഇപ്പോഴും ആ ഒരു ഓൾഡ് മാനെ കാണാനുള്ള ആളുകളുടെ നിര അത് ഹൊറൈസൺ വരെ നീണ്ടു നിൽക്കുന്നുണ്ട്, ചക്രവാളം വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ആ ഒരു വരിയുടെ അവസാനത്തെ ആളെ കാണാൻ പോലും കഴിയുന്നില്ല. അത്രമേൽ നീളത്തിൽ ആളുകൾ വരി നിൽക്കുന്നുണ്ട് ഇപ്പോഴും. ഇതാ ഏഞ്ചൽ വാസ് ദ ഒൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഇവിടെ ഒരു ജോലിയും ചെയ്യാതെ ശരിക്കും ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഏഞ്ചൽ. ഈ വരുന്ന ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്നില്ല, അവരെ സന്തോഷിപ്പിക്കുന്നില്ല, അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഒന്നും കഴിയുന്നില്ല, ഒന്ന് എണീറ്റ് നിൽക്കുന്ന പോലുമില്ല. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോവ്ഡ് നെസ്റ്റ്. തൻ്റെ ആ ഒരു കടം വാങ്ങിയ കൂട്ടിലെ, ബോറോവ്ഡ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങുക. ഇവിടെ എന്തുകൊണ്ട് കടം വാങ്ങിയതെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോഴിക്കൂടാണല്ലോ, ആ ഒരർത്ഥത്തിലാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കൂട്ടല്ല, കോഴിക്കൂടാണ്. അപ്പോൾ ആ കൂട്ടിൽ കുറച്ച് നേരം ഒരു കംഫേർട്ട് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ആശ്വാസത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ഫേസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. അങ്ങനെ ഈ വന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ ഈ ഓൾഡ് മാന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് മോത്ത് ബോൾസ് ആണ്. മോത്ത് ബോൾസ് പറഞ്ഞാൽ ഈ നാഫ്തലീൻ ബോൾസ് എന്ന് പറയും, പാറ്റ ഗുളിക എന്നൊക്കെ പറയുന്ന പോലെയുള്ള സാധനം, അതാണ് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ബട്ട് ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. പക്ഷെ അദ്ദേഹം അത് കഴിക്കുന്നില്ല. അദ്ദേഹം കഴിക്കുന്നത് എഗ് പ്ലാന്റ് മഷ് മാത്രമേ കഴിക്കുന്നുള്ളൂ. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയാണ്. മഷ് എന്ന് പറഞ്ഞാൽ ഒരു സംതിങ് ഗ്രുവൽ ഷേപ്പിലുള്ളൊരു സാധനം, അല്ലെങ്കിൽ ഒരു പൊറിജ് പോലെ ഇരിക്കുന്നൊരു സാധനം, നമ്മുടെ കഞ്ഞിയൊക്കെ പോലെ ഒരു ജ്യൂസി ആയിട്ട് ഇരിക്കുന്നൊരു സാധനത്തിനാണ് മഷ് എന്ന് പറയുന്നത് കേട്ടോ. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംസ് ടു ബി പേഷ്യൻസ്. ഈ മനുഷ്യൻ ആകെയുള്ളൊരു വെർച്യൂ, നന്മ എന്ന് പറയുന്നത് ഒരു പേഷ്യൻസ് ആണ്. പേഷ്യൻസ് പറഞ്ഞാൽ നല്ല ക്ഷമയാണ്. എന്താ പറയാനുള്ള കാരണം എന്നറിയോ? ഹി വാസ് ക്വൈറ്റ് പേഷ്യൻ വെൻ ദ ഹെൻ സ്പെക്ട് അറ്റ് ഹിം. ഈ കോഴികൾ അയാളെ കുത്തുന്ന സമയത്ത് അയാൾ ഭയങ്കര ക്ഷമ കാണിച്ചു. എന്തിനാണ് കോഴികൾ കുത്തിയത്? സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ് ഇൻ ഹിസ് വിങ്സ്. ആ മനുഷ്യൻ്റെ ചിറകിനടിയിലുള്ള പാരസൈറ്റുകളെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഴികൾ കുത്തുന്ന. പാരസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മൾ ഈ പ്രാണികൾ, ഇതുപോലത്തെ പേനൊക്കെ പോലത്തെ പ്രാണികൾ. ആൻഡ് ഹി വാസ് പേഷ്യൻ എഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. ഈ മനുഷ്യനെ തൊടാൻ വേണ്ടിയിട്ട് ഈ ക്രിപ്പിൾഡ് ആയിട്ടുള്ള ആളുകൾ, ക്രിപ്പിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും മുടന്തുള്ള ആളുകൾ എന്നാണ് നേരത്തെ പറഞ്ഞില്ലേ, ഇൻവാലിഡ്സ്, അംഗവൈകല്യമുള്ള ആളുകൾ, അംഗപരിമിതരായിട്ടുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹത്തെ തൊടാൻ വേണ്ടിയിട്ട് ചിറക് പിടിച്ച് വലിക്കും. അപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് വേദനിക്കുന്നുണ്ടാവും, പക്ഷേ അപ്പോഴും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ഹി റിമൈൻഡ് പേഷ്യൻ വെൻ ഈവൻ മോസ്റ്റ് മേഴ്സിഫുൾ 3 സ്റ്റോൺസ് അറ്റ് ഹിം. ഈ ഭൂമിയിൽ ഏറ്റവും കരുണയുള്ള ആളുകൾ, ശരിക്കും കരുണയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു ഐറണി ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അത് നേരെ ഓപ്പോസിറ്റ് മീനിങ്ങിലാണ് പറയുന്നത്. കരുണയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ശരിക്ക് കരുണയില്ലാത്തവർ തന്നെയാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്. അവർ കല്ലെടുത്തെറിയുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്. എന്തിനാണ് ഇവർ കല്ലെടുത്തെറിയുന്നറിയോ? ആഫ്റ്റർ ഓൾ ദേ വർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. ഈ കല്ലെടുത്തെറിഞ്ഞാലെങ്കിലും ഈ ഓൾഡ് മാൻ ഒന്ന് എണീറ്റിക്കുന്ന കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കല്ലെടുത്തെറിയുന്നത്. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഓൾഡ് മാൻ അവിടുന്ന് എണീക്കുന്നില്ല. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ നാട്ടിലൊരു ട്രാവലിംഗ് ഷോ വരുന്നത്.
അതായത് നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിപ്പോകുന്ന തരത്തിലുള്ള ഷോ വരുന്നത്. എന്തായാലും ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു സ്പൈഡർ. ആ ട്രാവലിംഗ് ഷോയിൽ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയാണ്. അവർ സ്പൈഡറായിട്ട് മാറും, എട്ടുകാലിയുടെ രൂപത്തിലേക്ക് മാറും. അതായത് അവരുടെ പേരൻസ് ഇവരോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്തു. അതായത് ഡിസൊബേ ചെയ്തു. പേരൻസിനെ ഡിസൊബേ ചെയ്തതിന് കിട്ടിയ കേഴ്സാണ്, ശരിക്കും ശാപമായിട്ടാണ് ഈ എട്ടുകാലിയുടെ രൂപം. എന്തായാലും ഒരു സ്ത്രീ ആയിരുന്നു ആ ഒരു ട്രാവലിംഗ് ഷോയിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ. അവർ സ്പൈഡറിൻ്റെ രൂപത്തിലേക്ക് മാറും ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. അവരങ്ങനെ ഈ ഒരു സ്ത്രീ മുഖം എപ്പോഴും സ്ത്രീയുടെ തന്നെ ആയിരിക്കും, ബാക്കി ഭാഗമാണ് ഒരു ട്രെൻഡിലുടെ രൂപത്തിലേക്ക് മാറുന്നത്. അങ്ങനെ മാറുന്ന സമയത്ത് നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടാവും. ഇനി പറയുന്നത് ദ അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. ഈ ഒരു സ്ത്രീയെ കാണാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പൈഡർ വുമണ്ണെ കാണാനുള്ള ചാർജ് എന്ന് പറയുന്നത് ഓൾഡ് മാനെ കാണാനുള്ള ചാർജിനേക്കാൾ കുറവാണ്. അതായത് 5 സെൻറ്റിനേക്കാൾ കുറവാണ്. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹെർ. അതുകൊണ്ട് തന്നെ ആളുകൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴുകി, ഫ്ലോക്ക്ഡ് കൂട്ടത്തോടെ പോയി. ആൻഡ് ദേ were ഓൾസോ പെർമിറ്റഡ് ടു ആസ്ക് ഹെർ ഓൾ മാനേഴ്സ് ഓഫ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ഹെർ അബ്സേർഡ് സ്റ്റേറ്റ്. അബ്സേർഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ ഒരു മനസ്സിലാകാത്ത അവസ്ഥ ഉണ്ടല്ലോ, ഇവളെങ്ങനെയാണ് ഒരു ചിലന്തിയായിട്ട് മാറുന്നത്, ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യവും ആ ഒരു ഷോക്കകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടത്തോടെ ഈ ഓൾഡ് മാനെ കാണാൻ വരുന്നതിന് പകരം ഇപ്പോൾ പോകുന്നത് ഈ സ്പൈഡർ വുമണ്ണെ കാണാൻ വേണ്ടിയിട്ടാണ്. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമൻ. ശരിക്കും ഈ വീടിൻ്റെ ഓണേഴ്സിന് അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ അറിയോ, ഇവർക്കിപ്പോൾ ഓൾഡ് മാനെ കാണാൻ വേണ്ടിയിട്ട് നാട്ടുകാർ വരുന്നില്ലെങ്കിൽ കൂടി വിത്ത് ദ മണി ദേ സേവ്ഡ്, അവർ ഇതുവരെ ടിക്കറ്റ് വെച്ചിട്ട് വാങ്ങിയ പൈസ കൊണ്ടുണ്ടല്ലോ, ദേ ബിൽറ്റ് 2 സ്റ്റോറി മാൻഷൻ. അവർ 2 നിലയുള്ള വലിയ കെട്ടിടം പണിതിട്ടുണ്ട്. വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻ, ബാൽക്കണിയും ഗാർഡനൊക്കെ ഉള്ള ഒരു വലിയ വീട് പണിതിട്ടുണ്ട്. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ. സാധാരണ ഈ വിൻ്റർ സീസൺ ആകുമ്പോൾ ഇവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഞണ്ടുകൾ ഇങ്ങനെ കയറി വരും. അതിനെ പെലായ കൊല്ലാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനി കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പുതിയ വീടിന് ചുറ്റും നല്ല ഉയരത്തിൽ നെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേലി കെട്ടിയിട്ടുണ്ട് നെറ്റ് കൊണ്ടൊക്കെ. അതൊക്കെ അവർ പുതിയ ഈ ഒരു പണം കൊണ്ട് ചെയ്തതാണെന്നും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. ആൻഡ് അയൺ ബാസ് ടു ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽ വുഡിൻ ഗെറ്റ് ഇൻ. നേരത്തെ പറഞ്ഞല്ലോ ഈ അയൽവാസിയായിട്ടുള്ള സ്ത്രീ കുട്ടിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ തങ്ങളുടെ കുട്ടിയുടെ അടുത്തേക്ക് ഇയാൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജനാലയിലൂടെ ഒന്നും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സാധാരണ ഈ ജനാലയ്ക്കൊക്കെ കമ്പിയുടെ അഴികളിടുമല്ലോ, അതുപോലെ കമ്പിയുടെ അഴികൾ ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇരുമ്പിൻ്റെ അഴികൾ ഇട്ടിട്ടുണ്ട്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നാണ്. പെലായ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാറൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. അദ്ദേഹത്തിൻ്റെ ജോലി ബെയിലിഫാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് നമ്മളെ പെലായയുടെ ആ ജോലി ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അദ്ദേഹം ഗിവ് അപ്പ് ചെയ്തു, അബാൻഡൺ ചെയ്തു, ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു റാബിറ്റ് വാറൻ, ഈ മുയലുകളൊക്കെ ബ്രീഡ് ചെയ്യുന്ന ഒരു കൂടും മറ്റൊക്കെ ഒരുക്കി ആ ഒരു ജോലിയിലേക്ക് മാറുന്നുണ്ട്. എലിസൻ്റെ ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ്. പംപ്സ് എന്ന് പറഞ്ഞാൽ ഷൂസാണ് കേട്ടോ. ഈ എലിസൻ്റെ നല്ല ഹീലുള്ള ഹൈ ഹീൽസോട് കൂടിയ ഷൂസൊക്കെ മേടിക്കുന്നുണ്ട്. മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡീസൻ സിൽക്ക്. ഇറിഡീസൻ സിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റും ഷൈനായിട്ടുള്ള കളേർഡായിട്ടുള്ള സാധനത്തിനാണ് ഇറിഡീസൻ എന്ന് പറയുക. നല്ല ബ്രൈറ്റ് കളേർഡായിട്ടുള്ള പുതിയ വസ്ത്രങ്ങളൊക്കെ ഈ നമ്മുടെ എലിസൻ്റെയും മേടിക്കുന്നുണ്ട്. ദ ചിക്കൻ കുപ്പ് വാസ് ദ ഒൺലി തിങ് ദാറ്റ് ഡിഡിൻ റിസീവ് എനി അറ്റൻഷൻ. ആ വീട്ടിലിപ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാണ്ട് പോയൊരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ, അത് ചിക്കൻ കൂപ്പാണ്. അങ്ങനെ പറഞ്ഞാൽ ഇത്രയും പണം ഉണ്ടായിട്ടും അത് മാത്രം അവർ റെനോവേറ്റ് ചെയ്തിട്ടില്ല, ബാക്കിയൊക്കെ അവർ പുതുതായിട്ട് പണി കഴിപ്പിച്ചാണ്. ദ ഡങ് ഹീപ്പ് സ്റ്റെഞ്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിങ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. ആ ഒരു കോഴിക്കൂടിന്ന് വരുന്ന സ്റ്റെഞ്ച്, ബാഡ് സ്മെല്ലുണ്ടല്ലോ, ആ ഡെങ്ങ് ഹീപ്പ് ചെയ്തിട്ട്, ഡെങ്ങ് എന്ന് പറഞ്ഞാൽ കോഴിക്കാഷ്ടമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഹീപ്പ് പറഞ്ഞാൽ അതിങ്ങനെ കുന്നുകൂടിയിട്ട് അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് ആ ഒരു പുതിയ വീടിനെ പഴയ വീടിന് സമാനമാക്കി മാറ്റിയിട്ടുണ്ട്. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക്, അങ്ങനെ അവരുടെ കുട്ടി ആദ്യമായിട്ട് നമ്മൾ നടക്കാൻ പഠിക്കുന്ന സമയത്ത് ദേ വർ കെയർഫുൾ ദാറ്റ് ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കൂപ്പ്. ആ കൂപ്പിൻ്റെ അടുത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഈ സ്മെല്ലും പിന്നെ ആ ഓൾഡ് മാൻ അവിടെ ഉള്ളതൊക്കെയാണ് അതിൻ്റെ കാരണം. ബട്ട് ദെൻ ബിഗാൻ ടു ലോസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദ സ്മെൽ. എന്നാൽ പതിയെ ആ പേടിയൊക്കെ മാറി, അവർക്ക് ആ സ്മെല്ല് പൊരുത്തപ്പെട്ടു. നമുക്കിപ്പോൾ തുടർച്ചയായിട്ടൊരു സ്മെല്ല് കേൾക്കുകയാണെങ്കിൽ പിന്നെ കിട്ടുകയാണെങ്കിൽ പിന്നെ ആ സ്മെല്ല് നമുക്ക് പരിചയമായി കഴിഞ്ഞാൽ അതുള്ളതുപോലെ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് ആ സ്മെല്ലുമായിട്ട് അവർ യൂസ്ഡായി.
അതുകൊണ്ട് തന്നെ ആ പേടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത് ഹി വുഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ ആസ് ദ വയർ വേർ ഫാളിങ് അപ്പാർട്ട്. അതായത് ഈ കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് മുളക്കുന്നതിന് മുമ്പ് ഒരു പേടിയൊക്കെ പോയില്ല. ആ കുട്ടി എന്ത് ചെയ്യും, ആ ചിക്കൻ കൂപ്പിലേക്ക് പോയിട്ട് ആ ചിക്കൻ കൂപ്പിൽ നമ്മുടെ ഓൾഡ് മാനൊപ്പം കഴിക്കും. ഈ ചിക്കൻ കൂപ്പിൻ്റെ വയറൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ വോളൊക്കെ ഉണ്ടല്ലോ, ഈ അയൺ കൊണ്ട് ഉപയോഗിച്ചായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം കൊണ്ടായിരിക്കും, അതെന്തായാലും നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ചിക്കൻ ബോക്സ് അറ്റ് ദ സെയിം ടൈം. അങ്ങനെ രണ്ട് പേർക്കും, അതായത് നമ്മുടെ ഓൾഡ് മാനും അതുപോലെ തന്നെ ആ കുട്ടിക്കും, ഇവരിപ്പോൾ ഒരുമിച്ച് കളിക്കാറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതുകൊണ്ട് തന്നെ രണ്ട് പേർക്കും ഒരേ സമയത്ത് ചിക്കൻ ബോക്സ് കൂടെ പിടിപെടുന്നുണ്ട്. ദ ഡോക്ടർ ഹൂ ടു കെയർ ഓഫ് ദ ചൈൽഡ് കുഡിൻ റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ലിസൺ ദ ഏഞ്ചൽസ് ഹാർട്ട്. അത് ഈ കുട്ടിയെ ചിക്കൻ ബോക്സ് കാരണം നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരുന്നുണ്ട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ ഏഞ്ചലിൻ്റെ വേദനകൾ കാണാതിരിക്കാൻ, അതായത് ഏഞ്ചലിൻ്റെ പ്രയാസം കാണാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതായത് ഈ ഏഞ്ചലിനെയും ആര് കൺസൾട്ട് ചെയ്യാണ്, നമ്മുടെ ഡോക്ടർ കൺസൾട്ട് ചെയ്യാണ്. ഹി ഫൗണ്ട് സോ മച്ച് വിസ്ലിംഗ് ഇൻ ദ ഹാർട്ട്. അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൽ നല്ല സൗണ്ട് കേട്ടു ഈ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ കിഡ്നീസിൽ നിന്നും നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ആൻഡ് വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ്, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സർപ്രൈസ്ഡ് ആക്കിയ ഒരു എലമെൻ്റ് എന്താ അറിയോ, ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. ഇദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ഈ ചിറക് വന്നത്, അതായത് നമ്മുടെ ഈ ഓൾഡ് മാൻ എങ്ങനെ ചിറക് കിട്ടിയത്, ദേ സീംസ് സോ നേച്ചർ ഓൺ ദ കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ബാക്കിയുള്ള ഓർഗാനിസം ഒക്കെ ഏകദേശം മനുഷ്യന് തുല്യമാണ്. ഹി കുഡിൻ അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിൻ ഹാവ് ദം ടു. അപ്പോൾ ഡോക്ടർ സർപ്രൈസ്ഡ് ആവുക, അതായത് ഈ ഓൾഡ് മാന് മനുഷ്യനെ പോലുള്ള ഓർഗൻസാണുള്ളത്, പക്ഷേ ബാക്കി നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് ചിറകില്ലാത്തത് എന്ന് സർപ്രൈസ്ഡ് ആവുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഏകദേശം ഹ്യൂമൻ ബോഡിയാണ്, ഹ്യൂമൻ ഓർഗാനിസമാണ്, പക്ഷേ ഇദ്ദേഹത്തിന് ചിറകുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ബാക്കി നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ചിറകുകളില്ലാത്തതെന്ന് ഈ ഡോക്ടർ സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ ദ സൺ ആൻഡ് റെയിൻ ഹാർഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. അങ്ങനെ കുട്ടി സ്കൂളിലേക്ക് പോകാനുള്ള പ്രായമൊക്കെ എത്തി. മഴയും വെയിലും കാരണം ഈ ചിക്കൻ കൂപ്പ് കൊളാപ്സ് ചെയ്തു, തകർന്നു പോയി. അങ്ങനെ എന്ത് ചെയ്തു, ദ ഏഞ്ചൽ വെൻറ്റ് ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദർ ലൈക്ക് എ സ്ട്രേ ഡൈങ് മാൻ. ഒരു മരിക്കാറായ മനുഷ്യനെ പോലെ, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെ പോലെ ഇയാൾ എന്ത് ചെയ്തു, ആ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകളൊക്കെ വലിച്ചേച്ചുകൊണ്ട് അതിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്, ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതിലൂടെയൊക്കെ നടക്കുന്നുണ്ട് ആ മുറ്റത്തൂടെ. ഹീ സീംസ് ടു ബി ഇൻ സോ മെനി പ്ലേസ് അറ്റ് ദ സെയിം ടൈം. അതായത് ഒരേ സമയത്ത് തന്നെ അദ്ദേഹത്തെ പല പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് നമുക്ക് അദ്ദേഹത്തെ പല പല സ്ഥലങ്ങളിൽ വെച്ച് കാണാൻ സാധിക്കുന്നുണ്ട് എന്നിവിടെ പറയുന്നു. അവിടെ കണ്ടങ്ങൾ ദർ ലൈക്ക് എ സ്ട്രേ ഡൈങ് മാൻ എന്നുള്ളത് അതൊരു സിമിലിംഗ് ആണ് കേട്ടോ. ഹീ കുഡ് സ്കേഴ്സ്ലി ഈറ്റ്. അദ്ദേഹം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഇപ്പോൾ. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ആകെ മൂടിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, കാഴ്ചശക്തി ഉണ്ടല്ലോ, ഐസൈറ്റ്, അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഹീ വെൻറ്റ് എബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്. അദ്ദേഹം ഇങ്ങനെ എണീറ്റ് നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് നടക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റിലേക്ക് പോയിട്ട് കൂട്ടിയിടിക്കുന്നുണ്ട്. പെലായ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. അങ്ങനെ ആ ഒരു ചിക്കൻ കൂപ്പ് നശിച്ചുകൊണ്ട് തന്നെ ഒരു ഷെഡിൽ അദ്ദേഹം കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് ആ ഷെഡിലേക്ക് ഒരു ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു സിമ്പതി അദ്ദേഹത്തോട് ശരിക്കും ഇദ്ദേഹം കാണിക്കുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ചാണ് എലിസൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഭയങ്കര അനോയൻസ് ആയിട്ടൊക്കെയാണ് കാണുന്നത്. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. ഞാൻ അവർ നോട്ടീസ് ചെയ്യുന്നത് എന്താ അറിയുമോ, ഇദ്ദേഹത്തിന് രാത്രി നല്ല പനിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ബിക്കം അലാംഡ്. അവരിങ്ങനെ വോണ്ട് ആവണം. എന്താണ് അലാംഡ് ആവുന്നത്? ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡേ. അദ്ദേഹം മരിക്കാൻ പോവാണ് എന്നവർ ചിന്തിച്ചു. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേസ്റ്റ് വിൻ്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. പക്ഷെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മോശമായിട്ടുള്ള വിൻ്റർ സീസൺ കഴിഞ്ഞതോടുകൂടെ സണ്ണി ഡേയ്സിലെത്തിയപ്പോൾ, നല്ല ഒരു വേനൽക്കാലത്തെത്തിയപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് ഫസ്റ്റ് വിൻ്റർ സീംഡ് ഇംപ്രൂവ്ഡ് അറ്റ് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ് ഹി റിമെയിൻഡ് മോഷൻലെസ്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ഭയങ്കര മോഷൻലെസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഇപ്പോഴും അദ്ദേഹം അനങ്ങുന്നൊന്നുമില്ല കേട്ടോ. ഫോർ സെവറൽ ഡേയ്സ്, ഒരുപാട് ദിവസമായിട്ട് ഇപ്പോഴും അദ്ദേഹം ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്, ആ ഒരു മുറ്റത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് ഇപ്പോഴും കാണാൻ പറ്റും. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡിസംബർ
ഡിസംബറിൻ്റെ തുടക്കത്തിൽ സം ലാർജ് സ്റ്റിഫ് ഫെതേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. അദ്ദേഹത്തിൻ്റെ ചിറകിൽ വലിയ തൂവലുകൾ ഇങ്ങനെ മുളക്കാൻ തുടങ്ങി. വലുതെന്നല്ല, നല്ല സ്റ്റിഫായിട്ടുള്ള ബലമുള്ള തൂവലുകൾ മുളക്കാൻ തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക് ദ ഫെതേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. നമ്മൾ ഈ പാടത്തൊക്കെ വെക്കൂലേ, ഈ മറ്റെന്താ പറയുക, മൃഗങ്ങളൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കോലം വെക്കുക എന്നൊക്കെ പറയും. അങ്ങനെ പാടത്ത് വെക്കുന്ന ഒരു പേടിപ്പിക്കാൻ വെക്കുന്ന, മൃഗങ്ങളൊക്കെ പേടിപ്പിക്കാൻ വെക്കുന്ന ഒരു കോലം പോലെ ആണ്. അതാണ് സ്കെയർ ക്രോ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ അതിൻ്റെ തൂവലുകൾ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ തൂവലുകൾ എന്നുകൂടെ കമ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. വൺ മോർണിംഗ് എലിസൻഡ വാസ് കട്ടിങ് സം ബഞ്ചസ് ഓഫ് അനിയൻസ് ഫോർ ലഞ്ച്. അങ്ങനെ ഒരു ദിവസം ഈ എന്താ പറയുക, എലിസൻഡ ഉണ്ടല്ലോ, നമ്മുടെ എലിസൻഡ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അനിയൻസ്, ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൻ എ വിൻ ബ്ലൂ ഇൻ ടു ദ കിച്ചൺ. അപ്പോൾ കിച്ചണിലേക്ക് പെട്ടെന്നൊരു കാറ്റ് വീശുന്നുണ്ട്. ദെൻ ഷീ വെൻ ഇൻ ടു ദ വിൻഡോ. അപ്പോൾ വേഗം പോയിട്ട് ആ വിൻഡോയുടെ അടുത്ത് നോക്കുകയാണ്. ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് ഫ്ലൈറ്റ്. എന്താണ് ആ വിൻഡ് വരാനുള്ള കാരണം എന്ന് പറയുക, കാറ്റ് വരാനുള്ള കാരണം, ആ മാലാഖ ആദ്യമായിട്ട് ഒന്ന് പറക്കാൻ ശ്രമിക്കുകയാണ്. ദിസ് വർ സോ ക്ലംസി. അത് ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ക്ലംസി എന്ന് പറഞ്ഞാൽ ഒരു വിചിത്രമായിട്ടൊക്കെയാണ് തോന്നുന്നത്. ദാറ്റ് ഹി വാസ് ഓൺ ദ പോയിൻ്റ് ഓഫ് നോക്കിങ്. അദ്ദേഹം ചിറക് ഇങ്ങനെയിട്ട് അടിക്കുന്ന ഒരു സമയത്ത് ദ ഷട്ട് ഡൗൺ ആസ് ഹി കുഡിൻ ഗെറ്റ് ഗ്രിപ്പ് ഓൺ ദ എയർ ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. അതായത് അദ്ദേഹത്തിന് ഗ്രിപ്പ് കിട്ടുന്നില്ല എയറിൽ. അപ്പോൾ അദ്ദേഹം താഴേക്ക് ഷട്ട് ഡൗൺ, താഴേക്ക് വീഴുന്നുണ്ട്. എന്തായാലും ഈ ഡിഡ് മാനേജ് ടു ഗെയിൻ ദ ആൾട്ടിറ്റ്യൂഡ്. പതിയെ അദ്ദേഹം ആ ഒരു ആൾട്ടിറ്റ്യൂഡുമായിട്ട് പൊരുത്തപ്പെട്ട് പറന്നു പോകുന്നുണ്ട് അവിടുന്ന്. എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എലിസൻഡയ്ക്ക് അയാളുടെ പ്രസൻസ് ഭയങ്കര അനോയൻസ്, ശല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളിങ്ങനെ പറന്നു പോകണുണ്ടപ്പോൾ എലിസൻഡ എന്ത് ചെയ്തു, ഒരു സമാധാനത്തോടുകൂടെ എന്ന് പറഞ്ഞിട്ടൊരു ദീർഘശ്വാസം എടുക്കുന്നുണ്ട്. അതാണ് റിലീഫ് സൈ എന്ന് പറയുന്നത് കേട്ടോ. റിലീഫ് എന്ന് പറഞ്ഞാൽ ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു. അതായത് അദ്ദേഹത്തിനും ആശ്വാസമാണ്, എലിസൻഡയ്ക്കും ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫോർ ഹിം. എലിസൻഡയ്ക്കും അതുപോലെ അദ്ദേഹത്തിന് ഒരുപോലെ ആശ്വാസമായി. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. അതിന് അവളിങ്ങനെ, നമ്മൾ ഈ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ വിമാനം ഇങ്ങനെ മുകളിലൂടെ പോകുമ്പോൾ നോക്കി നിൽക്കുന്ന പോലെ ഈ മനുഷ്യനിങ്ങനെ പറന്നു പോകണം നോക്കി നിൽക്കുക. തൻ്റെ കണ്ണിൽ നിന്ന് മായുന്നത് വരെ അവളിങ്ങനെ നോക്കുന്നുണ്ട് എലിസൻഡ. എന്തായാലും ഇവിടെ പറയുന്നുണ്ട്, വെൻ ഷി വാസ് വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസ്. ആ അവസാനത്തെ വീടും പാസ് ചെയ്ത് പോകുന്നത് വരെ അവളിങ്ങനെ നോക്കി. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് സെനൈൽ വൾച്ചർ. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പൂർണ്ണമായിട്ട് ആരോഗ്യത്തോടു ഒന്നല്ല പറന്നു പോണത്, ഭയങ്കര റിസ്ക്കി ആയിട്ട് ചിറകടിച്ചുകൊണ്ട് ഫ്ലാപ്പ് ചെയ്തുകൊണ്ട് ഒരു സെനൈൽ വൾച്ചറിനെ പോലെ. സെനൈൽ എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുള്ള ഒരു കഴുകൻ പറന്നു പോകുന്ന പോലെയാണ് അദ്ദേഹം ഇപ്പോൾ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ അനിയൻസ്. ഇപ്പോഴും ആ ഉള്ളി ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് അവൾ ഓൾഡ് മാൻ പറന്നു പോകുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. ഇനി തനിക്ക് കാണാൻ കഴിയുന്ന എത്രയാണോ കാണാൻ കഴിയുക അത്രയും നോക്കി നിന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ്. ഇനി ഒരിക്കലും അദ്ദേഹം അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് വരില്ല. ബട്ട് ആൻ ഇമാജിനറി ഡോട്ട്. ഇനി ഒരു സാങ്കല്പികമായ ഒരു ബിന്ദു മാത്രമായിരിക്കും അദ്ദേഹം. ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. ആ ഒരു സമുദ്രത്തിൻ്റെ ചക്രവാളത്തിൽ. അതായത് ഇനി ഒരിക്കലും എലിസൻഡയുടെയോ പെലായുടെ ജീവിതത്തിലേക്ക് ശല്യമായിട്ട് ആ ഓൾഡ് മാൻ വരാൻ സാധ്യതയില്ല. ഇനി അദ്ദേഹം സമ്മാനിച്ച ആ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇമാജിനറി ഡോട്ടായിട്ട്, ഒരു സാങ്കല്പികമായൊരു ബിന്ദു മാത്രമായി അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അദ്ദേഹം തുടരുമെന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥയുടെ അവസാനം മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ടല്ലേ പുസ്തകത്തിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കഥ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഈ മാജിക്കൽ റിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ് വൺ ഓഫ് ദി യുണീക്ക് നരേറ്റീവ് സ്റ്റൈൽ ഇൻ ദ ലാസ്റ്റ് സെഞ്ചുറി. അതായത് 20-ാം നൂറ്റാണ്ടിൽ, ലാസ്റ്റ് സെഞ്ചുറി എന്ന് ഉദ്ദേശിച്ചത് 20-ാം നൂറ്റാണ്ടിനെയാണ്. 20-ാം നൂറ്റാണ്ടിലൊരു തനതായിട്ടുള്ള ഒരു നരേറ്റീവ് സ്റ്റൈൽ, ഒരു കഥ പറയുന്നതിലുള്ളൊരു ശൈലി മാത്രമാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. മെനി ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ലൈക്ക് ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് and others such as സൽമാൻ റുഷ്ദി ആൻഡ് ഏഞ്ചല കാർട്ടർ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ജാനർ. അതായത് ഈ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഈ കഥ എഴുതിയ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്, അതുപോലെ തന്നെ സൽമാൻ റുഷ്ദി, ഏഞ്ചല കാർട്ടർ, ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന തീമിനെ ബേസ് ചെയ്തിട്ട് കഥകൾ എഴുതുന്ന ആളുകളാണ്. വർക്ക് ഇൻ ദ ജാനർ ഡെപ്പിക്ട് ദ റിയൽ വേൾഡ് വിത്ത് ആൻ അണ്ടർ കറൻറ്റ് ഓഫ് മാജിക് ഓർ ഫാൻറ്റസി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിലേക്ക് ഒരു ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസോ ക്യാരക്ടേഴ്സിനൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ വായിച്ചുള്ള ബാലരമയിലൊക്കെ
കുട്ടൂസനും ഡാങ്കിനെയൊക്കെ ഒരു റിയൽ ക്യാരക്ടറും അവരുടെ ലൈഫ് എന്ന് പറയുന്നത് റിയൽ ഇൻസിഡൻ്റ് ആയിട്ടൊക്കെ തോന്നാം. ആ ഒരു സ്ഥലത്തേക്കാണ് മായാവി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലുട്ടാപ്പി എന്ന് പറയുന്ന ഒരു അൺറിയൽ ആയിട്ടുള്ള ക്രീച്ചേഴ്സ് വരുന്നത്. ശരിക്കും മായാവിയെ പോലെ ലുട്ടാപ്പിയെ പോലുള്ള ആളുകൾ നമ്മുടെ ഭൂമിയിലില്ലല്ലോ. അപ്പോൾ അത് അൺറിയൽ ക്രീച്ചേഴ്സാണ്. അത്തരത്തിലുള്ള അൺറിയൽ ആയിട്ടുള്ള എലമെൻറ്റ് ഒരു റിയൽ സിറ്റുവേഷൻസിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നതിനെയാണ് ശരിക്കും എന്ത് പറയുന്നത്, മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ലൈക്ക് ഫെയറി ടെയിൽസ്, ഈ ഫെയറി ടെയിലുകളെ പോലെ വർക്ക് ഓഫ് എ മാജിക്കൽ റിയലിസം ബ്ലറർ ദ ലൈൻ ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. ശരിക്കും ഈ കഥയ്ക്കകത്ത് നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു റിയൽ സിറ്റുവേഷനും അൺറിയൽ സിറ്റുവേഷനും റിയൽ ക്യാരക്ടേഴ്സും അൺറിയൽ ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് തമ്മിൽ നമുക്കൊരു വ്യത്യാസം കാണാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമുക്കതിങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അതൊരു റിയൽ സ്റ്റോറി പോലെ ഇങ്ങനെ തോന്നും. അതാണ് ഇവിടെ ആ ഒരു ലൈന് ബ്ലറായിട്ട് തോന്നും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ പാഠം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, ലൈൻ ബൈ ലൈനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നോട്ട്സൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കിട്ടുന്നതായിരിക്കും.